Dear students, I am Vishnu S. Nair, Assistant Professor in Mechanical Engineering Department from SNIT, Adur. Today we are going to discuss about the topic from Essay Mechanical Industrial Engineering, the subject from the subject in the Essay Mechanical, and we are going to discuss about motion study in module 3. Okay, so in the last class we have discussed regarding work study. What are the elements of work study? What are the advantages of work study? What are the role of work study in an industry? So likewise we have conducted the discussion. So today we are going to discuss about method study. Okay, so method study എന്ന് പറയുന്നത് വർക്ക് സ്റ്റഡിയുടെ ഫസ്റ്റ് പാർട്ടാണ്. വർക്ക് എന്ത് വർക്കാണ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ മെത്തേഡ് സ്റ്റഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കറണ്ട് പ്രോസസ്സ്, കറണ്ട് വർക്ക്, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പം ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണോ, ഈ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ഓക്കെ, അതേ നമുക്ക് ഇതിലും നല്ലൊരു ബെറ്റർ മെത്തേഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ആ ഒരു ഫുൾ വർക്കിനെ കുറിച്ചുള്ളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലും നന്നായിട്ട് ഉള്ളൊരു മെത്തേഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. സോ മെത്തേഡ് സ്റ്റഡി ഈസ് ഡൺ ടു സിംപ്ലിഫൈ ദ ജോബ് ആൻഡ് ഡെവലപ്പ് മോർ എക്കണോമിക്കൽ മെത്തേഡ്സ് ഓഫ് ഡൂയിങ് ഇറ്റ്. സോ എന്തിനാണ് മെത്തേഡ് സ്റ്റഡി ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ലെക്ചർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ മെത്തേഡ് സ്റ്റഡി എന്താണ് എന്നുള്ളതാണ് നമ്മളിനി ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബെറ്റർ മെത്തേഡ്, ഇപ്പോൾ കറണ്ട് പ്രാക്ടീസിങ് മെത്തേഡിൽ നിന്നും ഒരു ബെറ്റർ മെത്തേഡിനെ സജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് സ്റ്റഡി എന്നുള്ളത് ചെയ്യുന്നത്. സോ അതിൽ വരുന്ന സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് സെലക്ട്, രണ്ടാമത്തെ റെക്കോർഡ്, മൂന്നാമത് എക്സാമിൻ, നാലാമത് ഡെവലപ്പ്, അഞ്ചാമത് ഇവാലുവേറ്റ്, ആറാമത് ഡിഫൈൻ ആൻഡ് ഇൻസ്റ്റാൾ, മെയിൻറ്റെയിൻ. ഇത്രയും സ്റ്റെപ്സാണ് വരുന്നത്. എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? സെലക്ട് ദ ജോബ് ടു ബി സ്റ്റഡീഡ്. എവിടെയാണ് നമുക്ക് മാറ്റം കൊണ്ടുവരേണ്ടത്, ഏതു പ്രോസസ്സിലാണ് നമുക്ക് മാറ്റം കൊണ്ടുവരേണ്ടത്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത്, അത് എന്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോസസ്സ് സ്റ്റഡി ചെയ്യാൻ എടുക്കുന്നു എന്നുള്ളതെല്ലാം ഈ സെലക്ട് എന്നുള്ളത് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഒരു ആസ്പെക്ട്സ് ആണ്. നമ്മൾ ആ ഒരു പ്രോസസ്സ് എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ളതിൻ്റെ ആസ്പെക്ട്സ് ആണ് ഇതൊക്കെ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാനുള്ളത് റെക്കോർഡ് ചെയ്യണം. കറണ്ടായിട്ടുള്ള പ്രാക്ടീസിൽ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്, അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതിന് വേരിയസ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുമുണ്ട്. സോ റെക്കോർഡ് ചെയ്യണം. മൂന്നാമത്തത് എക്സാമിൻ. എക്സാമിൻ ചെയ്യാനുള്ളത് എന്താണ്? ബൈ ചലഞ്ചിങ് പർപ്പസ്, പ്ലേസ്, സീക്വൻസ് ആൻഡ് മെത്തേഡ് ഓഫ് വർക്ക്. എക്സാമിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആ കറണ്ട് പ്രാക്ടീസ് എന്താണോ അതിനെ സൂക്ഷ്മമായി പഠിക്കുക എന്നാണ്. അതിലെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ബോട്ടിൽ നെക്സ് ഉണ്ടാവുന്നത്, എവിടെയൊക്കെയാണ് തടസ്സങ്ങൾ ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് തടസ്സങ്ങൾ, ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. ഓക്കെ, ആൻഡ് അടുത്തത് ഡെവലപ്പ്. എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? പുതിയൊരു മെത്തേഡിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, പുതിയൊരു മെത്തേഡിനെ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? ഡ്രോയിങ്സിൽ കൂടെ ആയിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത്. ന്യൂ മെത്തേഡ്സ് ഡ്രോയിങ്സ് ഓൺ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദോസ് കൺസേൺഡ്. പുതിയ മെത്തേഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അത് കറക്റ്റാണോ, നമ്മൾ ഡെവലപ്പ് ചെയ്തത് കറക്റ്റാണോ, അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതിനെ ഡിഫൈൻ ചെയ്യണം. വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം നമ്മൾ വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക്, മാനേജ്മെൻറ്റിൻ്റെ ഇടയ്ക്ക്, സൂപ്പർവൈസേഴ്സിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ്, ഇതെന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് നമ്മുടെ പ്രോസസ്സ്, നമ്മൾ ഡെവലപ്പ് ചെയ്ത പുതിയ പ്രോസസ്സ് അവരെ കൊണ്ട് പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ റൺ ചെയ്ത് നോക്കണം. അതിന് എന്തൊക്കെയാണ് ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്, വർക്കേഴ്സിന് എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കണം, അതെല്ലാം നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. മെഷീൻസിൽ മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതെല്ലാം നമ്മളവിടെ നോക്കണം. അത് കഴിഞ്ഞിട്ട് മെയിൻറ്റെയിൻ ആൻഡ് എസ്റ്റാബ്ലിഷ് ദ കൺട്രോൾ പ്രോസസ്. നമ്മൾ എന്താണോ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഈ മെത്തേഡ് സ്റ്റഡിയുടെ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പിൽ പറയുന്നത്. സോ ഇതിലെ ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ, സെലക്ട്. വൈ വി ഹാവ് ടു സെലക്ട് എ പ്രോസസ്. എന്തുകൊണ്ട് നമ്മൾ കറണ്ടായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ സ്റ്റഡി ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നു? ബിക്കോസ് ഓഫ് പുവർ യൂസ് ഓഫ് റിസോഴ്സസ്, ഓർ ബിക്കോസ് ഓഫ് ബാഡ് ലേഔട്ട്, or because of the bottlenecks happening in between the process, or because of inconsistent quality, or high fatiguing work, or high excessive overtime, employees complaints. So ഇങ്ങനെയുള്ള കാരണങ്ങൾ കാരണമാണ് ആസ് ആൻ എൻജിനീയർ നമ്മൾ ആ ഒരു മെത്തേഡിനെ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് എടുക്കുന്നത്. റിസോഴ്സസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല, ബോട്ടിൽ നെക്സ് ഉണ്ടാവുന്നു, തടസ്സങ്ങൾ ഉണ്ടാവുന്നു, വർക്കേഴ്സിന് ടയേർഡായി പോകുന്നു, ഓവർ ടൈം ഉണ്ടാവുന്നു, വർക്കേഴ്സ് എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവർക്ക് പറയുന്ന ടൈമിന് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം വരുമ്പോഴാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ പഠിക്കുന്നത്. എന്താണ് അവിടുത്തെ പ്രോബ്ലം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. സ്റ്റാൻഡേർഡ് ടൈം കീപ്പ് ചെയ്താണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ് ടൈം കീപ്പ് ചെയ്തല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷണത്തിൽ കൂടെയാണ് നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്? എക്കണോമിക് കൺസിഡറേഷൻസ്, ടെക്നിക്കൽ കൺസിഡറേഷൻ ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പ്രശ്നങ്ങൾ, ആ ഒരു പ്രോസസ്സിൽ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്വാളിറ്റി കിട്ടുന്നില്ല, വർക്കേഴ്സിന് സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല, ഓവർ സ്ക്രാപ്പ് ഉണ്ടാവുന്നു, ഓവർ ടൈം ഉണ്ടാവുന്നു, റെപ്പിറ്റേറ്റീവ് വർക്ക്സ് ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ. നമ്മളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്നതിൻ്റെ, സെലക്ട് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? റെക്കോർഡ് ചെയ്യുകയാണ്. റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വീഡിയോ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുകയല്ല നമ്മളവിടെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ് യൂസ് ചെയ്തായിരിക്കും നമ്മളവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ആ ഒരു വർക്കർ ആ ഒരു പ്രോസസ്സിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചാർട്ട് അല്ലെങ്കിൽ ഡയഗ്രാംസ് യൂസ് ചെയ്താണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ട്, രണ്ടാമത്തത് ഫ്ലോ പ്രോസസ് ചാർട്ട്, ടു ഹാൻഡഡ് പ്രോസസ് ചാർട്ട്, പ്രൊസീജിയർ ചാർട്ട്, സൈമൾട്ടേനിയസ് മോഷൻ സൈക്കിൾ ചാർട്ട്, മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട്. ഇങ്ങനെ ഇത്രയും ചാർട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡയഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലോ ഡയഗ്രാം, സ്ട്രിംഗ് ഡയഗ്രാം, സൈക്കിൾ ഗ്രാഫ്, ക്രോണോസൈക്കിൾ ഗ്രാഫ് ആൻഡ് ട്രാവൽ ചാർട്ട്. ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ്. ഈ ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ചാർട്ട് എന്തിനൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അതിൽ. സോ റെക്കോർഡ് ചെയ്യുന്നത് ചാർട്ട്സ് യൂസ് ചെയ്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയഗ്രാംസ് യൂസ് ചെയ്യുക. ഇതിന് സിമ്പിൾസ് വേണം. എന്തൊക്കെയാണ് സിമ്പിൾസ്? ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, സപ്പോസ് ഒരാൾ ഒരു പാർട്ട് പിക്ക് ചെയ്യുന്നു,
ഓക്കെ, അതിനെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റീച്ച് ചെയ്തിട്ടാണ് ആ ഒരു പാർട്ടിനെ ഗ്രാസ്പ് ചെയ്ത് പിക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ഓരോ കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ആക്ടിവിറ്റീൻ്റെ അകത്ത് തന്നെ. സോ അതിനെ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ ഓപ്പറേഷൻ, രണ്ടാമത്തത് ഇൻസ്പെക്ഷൻ, മൂന്നാമത്തത് ട്രാൻസ്പോർട്ട്, നാലാമത്തെ ഡിലേ, അഞ്ചാമത്തത് സ്റ്റോറേജ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സിംബൽസ്. അതിൽ ഓപ്പറേഷൻ എന്നുള്ളതിന് ഒരു സർക്കിളാണ് യൂസ് ചെയ്യുന്നത്, ഇൻസ്പെക്ഷൻ എന്നുള്ളതിന് നമ്മളൊരു സ്ക്വയർ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് എന്നുള്ളതിന് നമ്മളൊരു ആരോ മാർക്കാണ് യൂസ് ചെയ്യുന്നത്, ഡിലേ എന്നുള്ളതിൻ്റെ സിമ്പിൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കാണാം. ആൻഡ് ഇൻവേർട്ടഡ് ട്രയാങ്കിളാണ് നമ്മൾ സ്റ്റോറേജ് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എന്താണ് ഒരു ഓപ്പറേഷൻ? ഒരു ആണി അടിച്ച് കയറ്റുക, ഒരു ഹോൾ ഇടുക, ടൈപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു ഓപ്പറേഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് ഒരു സർക്കിൾ യൂസ് ചെയ്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്ന ഒരു സർക്കിളാണ്. ട്രാൻസ്പോർട്ട് ചെയ്യുക, ഒരു മെറ്റീരിയലിനെ തള്ളി നീക്കിക്കൊണ്ട് പോവുക, ഒരു ട്രക്കിൽ കയറ്റി വെച്ച് തള്ളി നീക്കിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഒരു ഹോയിസ്റ്റ് അല്ലെങ്കിൽ ഒരു എലിവേറ്റർ യൂസ് ചെയ്ത് അതിനെ മോളിലേക്ക് കൊണ്ടുവരിക, അതിൻ്റെ വർക്ക്മാൻ തന്നെ അതിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ട് എന്നുള്ളത്. ഇൻസ്പെക്ഷൻ എന്നുള്ളത് എന്താണ്? കറക്റ്റായിട്ടുള്ള ഡയമെൻഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് റീഡിങ്സ് എടുക്കുക, പ്രഷർ ഗേജ് റീഡിങ്, അങ്ങനെയുള്ള റീഡിങ്സ് എടുക്കുക, ടെമ്പറേച്ചർ റീഡിങ് എടുക്കുക, ഇതെല്ലാം ഇൻസ്പെക്ഷനാണ്. കറക്റ്റായിട്ടുള്ള എക്സാമിൻ ചെയ്യുക, ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള ഇത് നമ്മൾ ആ പ്രോസസ്സ് കറക്റ്റാണോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മളെ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഇതെല്ലാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസം എന്നുള്ളതാണ്. ഈ താമസം എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത്? എലിവേറ്റർ കിട്ടാനായിട്ട് കാത്തു നിൽക്കുക, അല്ലെങ്കിൽ നേരത്തെ പ്രോസസ്സിൽ എന്തെങ്കിലും ഡിലേ ആയി, മെറ്റീരിയൽ കറക്റ്റായിട്ട് എത്തിയില്ല, ഇതെല്ലാം ഡിലേയുടെ ഭാഗങ്ങളാണ്. സ്റ്റോറേജ് ചെയ്യുക, റോ മെറ്റീരിയൽസ് സ്റ്റോറേജ് ചെയ്യുക, ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോറേജ് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുക, ഇതെല്ലാം സ്റ്റോറേജിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ദ തേർഡ് സ്റ്റെപ്പ്, എക്സാമിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ റൈസ് ചെയ്യുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റൈസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ആക്ച്വലി ഡൺ? വാട്ട് ഈസ് ഇറ്റ് നെസസറി? വൈ? വെയർ? വെൻ? വൈ? Who is doing it? Why is he doing it? How the work is done? And why there is certain delay is happening? ഇതൊക്കെയാണ് നമ്മൾ അവിടെ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് പുതിയൊരു മെത്തേഡ് എങ്ങനെ അവിടെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നത് with a view to eliminate or combine or rearrange or to simplify or to find alternate ways of doing the best method in that process. നമ്മൾ കറണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ മെത്തേഡിനെ സിംപ്ലിഫൈ ചെയ്ത് പുതിയൊരു മെത്തേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ റൈസ് ചെയ്യുന്നത്. That is the process, that is the step in which the examine is very much important in method study. And നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിനുള്ള ആൻസേഴ്സ് കിട്ടി. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എക്സാമിൻ ചെയ്തു, വെൻ, വൈ, എന്താ, എപ്പോഴാ, എങ്ങനെയാ എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ റൈസ് ചെയ്തു. സോ അതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് കിട്ടി. സോ ദ എൻജിനീയർ ഈസ് കേപ്പബിൾ ഓഫ് ഡെവലപ്പിംഗ് എ ന്യൂ മെത്തേഡ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് അറിയാം, എന്താണ് പ്രശ്നങ്ങളെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ മെത്തേഡ് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണ്. സോ ഇൻ ഡെവലപ്പ് ദ ബെസ്റ്റ് മെത്തേഡ് ആൻഡ് റെക്കോർഡ് ഇറ്റ്. ഡെവലപ്ഡ് മെത്തേഡ് ഷുഡ് ബി പ്രാക്ടിക്കൽ ആൻഡ് ഫീസിബിൾ, സേഫ് ആൻഡ് എഫക്റ്റീവ്, ആൻഡ് ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ ആൻഡ് അക്സെപ്റ്റബിൾ ടു ഡിസൈൻ, പ്രൊഡക്ഷൻ കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ചുമ്മാ ഡെവലപ്പ് ചെയ്താൽ പോരാ, നമ്മൾ കൊണ്ടുവരുന്ന മെത്തേഡ് എക്കണോമിക്കലാണ്, നമുക്ക് അത് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി സേഫ് ആൻഡ് എഫക്റ്റീവ്.
എന്നാൽ മാത്രമേ ഉള്ളൂ വർക്കേഴ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് അവർക്ക് എന്തെങ്കിലും അൺസേഫ്റ്റി ഫീലിംഗ് അവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒപ്പോസ് ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി മോറോവർ ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ. നമുക്കത് അവിടെ നടപ്പിലാക്കാൻ കഴിയണം. നമ്മൾ ഡെവലപ്പ് ചെയ്ത പുതിയ മെത്തേഡ് അവിടെ നടപ്പിലാക്കാനായിട്ട് കഴിയണം. ആൻഡ് വി ഹാവ് ടു ഇൻസ്റ്റാൾ ദ ന്യൂ സ്റ്റെപ്സ്. ഇൻസ്റ്റാൾ ചെയ്യണം. എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത മെത്തേഡിനെ അവിടെ വർക്കേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അതിനെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മെഷീൻസിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ മെഷീൻസിൽ ചേഞ്ചസ് വരുത്തണം. വർക്കേഴ്സിൻ്റെ ഷിഫ്റ്റിനെ അത് ബാധിക്കുമെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതവർക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം അവിടെ. അങ്ങനെ എല്ലാവരെയും മനസ്സിലാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെയും കയ്യിലെടുത്തുകൊണ്ട് നമ്മളുടെ മെത്തേഡ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതിൽ നിന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം എന്താണ് ഇതാണ്. അതിനും ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് എക്സാമിൻ വീണ്ടും ചെയ്യണം. പഴയ ഡേറ്റാസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. പഴയ ഡേറ്റാസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമുക്കവിടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയണം നമ്മുടെ മെത്തേഡാണ് എന്തുകൊണ്ടും എക്കണോമിക്കൽ, എന്തുകൊണ്ടും പ്രൊഡക്ടിവിറ്റി കൂടുതൽ കിട്ടുന്നത്, പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നത്. ഇതെല്ലാം നമ്മുടെ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമാണെന്നുള്ളത് നമുക്കവിടെ പ്രൂവ് ചെയ്യാൻ കഴിയണം. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് മെയിൻറ്റെയിൻ. നമ്മുടെ ഈ സ്റ്റെപ്പിനെ പ്രോപ്പറായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്ത് അതാണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതവിടെ നടപ്പിലാക്കിക്കൊണ്ട് പോവുക, അതിൻ്റെ ഫങ്ഷനിങ് കറക്റ്റായിട്ട് പോവുക. അതിനെന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അതവിടെ നടപ്പിലാക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. സോ ഇത്രയും സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മെത്തേഡ് സ്റ്റഡി എന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു ഓൾ.